വൈഷ്ണവിയുടെ പേര് വെട്ടിയതിൽ ഇന്ന് നിർണായക തീരുമാനമുണ്ടാകും. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് ഇന്ന് നിർണായകമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉച്ചയോടെ അറിയാം. മത്സരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വൈഷ്ണ. പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വൈഷ്ണവിയുടേത് കള്ളവോട്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരൻ. ഇന്നലെ നമ്മൾ ഇരുവരെയും കേട്ടിരുന്നു. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷിനി. റോഷി, വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വൈഷ്ണയെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇടതിന്റെ കോട്ടയാണ് ഈ മുട്ടട. പക്ഷേ അവിടെ വൈഷ്ണയെ നിർത്തി ഒരു പരീക്ഷണത്തിന് മുതിരുന്നതാണ് കോൺഗ്രസ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, വോട്ടർ പട്ടികയിൽ പേരുണ്ടായില്ല. അത് വലിയ ആരോപണമായി കോടതി കയറി. ഇതിപ്പോൾ 3 മണിക്കൂർ നേരത്തെ ഹിയറിംഗ് ഇന്നലെ കഴിഞ്ഞു. വലിയ ആത്മവിശ്വാസത്തിലാണ് വൈഷ്ണ. അതേ ആത്മവിശ്വാസം CPM-നും ധനേഷിനും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബുദ്ധിമുട്ടായിരിക്കുമോ? ഇന്ന് ഉച്ചയോടുകൂടി കാര്യങ്ങൾ അറിയുമോ റോഷി? നിർണായകമാണോ ഇന്ന് വൈഷ്ണയ്ക്ക്? അരുൺകുമാർ, വൈഷ്ണ സുരേഷിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ CPM പ്രവർത്തകനായിരുന്ന ധനേഷ് നൽകിയ പരാതി, ആ പരാതിയിലെ ഹിയറിംഗിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഉയർത്തിയ പരാതിയിൽ പറയുന്നത് വർഷങ്ങളായി ഈ വീട്ടിൽ താമസിക്കുന്നില്ല എന്നാണ്. അത് ഏതാണ്ട് യാഥാർത്ഥ്യമാണെന്ന് പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തു. അന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് അതിൽ നടപടിയെടുത്തത്. പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലാണ് വൈഷ്ണക്കും കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ പ്രതീക്ഷ നൽകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ വോട്ടവകാശം നിഷേധിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അത് ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യില്ല എന്ന ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് നിയമപോരാട്ടം, ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തീരുമാനമാണ് വരുന്നതെങ്കിൽ കടുത്ത നിയമപോരാട്ടത്തിലേക്ക് തന്നെ കോൺഗ്രസ് പോവും. ഏതായാലും മറ്റൊരു സ്ഥാനാർത്ഥിയെ പോലും മുട്ടടയിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ആലോചിച്ചിട്ടില്ല. വൈഷ്ണ സുരേഷിനെ തന്നെ മത്സരിപ്പിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ്. ഏതാണ്ട് ഉച്ചയ്ക്കകം തന്നെ ഇത് സംബന്ധിച്ച് ഹിയറിംഗിന് ശേഷമുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഇന്നലെ ഏതാണ്ട് 3 മണിക്കൂറോളമാണ് ഹിയറിംഗ് ഉണ്ടായത്. ഇതിൽ ധനേഷ് ശക്തമായി തന്നെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. നേരെ മറിച്ച് ധനേഷിനെതിരെ കോൺഗ്രസ് മറ്റൊരു പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരേ വീട്ടിൽ 27 വോട്ടുകൾ ചേർത്തു എന്നതാണ്. പക്ഷേ അത് ഒരേ വീടല്ല, നമ്പറുകൾ മാറിയതാണ്. അത് കോർപ്പറേഷനാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, തിരുത്തേണ്ടത് എന്ന മറുപടിയാണ് ധനേഷ് ഇക്കാര്യത്തിൽ നൽകിയത്. വലിയ വാക്പോരിന് ഇടയാക്കിയ സംഭവമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി തന്നെ മുട്ടട വാർഡ് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. കാരണം CPM-ന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് മുട്ടട. അവിടെ ഒരു 24 വയസ്സുകാരിയെ KSU നേതാവിനെ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള, ഡിവിഷൻ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വൈഷ്ണവക്കൊപ്പം നിന്നുകൊണ്ട് നിയമപോരാട്ടം നടത്തുകയായിരുന്നു. ഏതായാലും ഉച്ചയ്ക്കകം തന്നെ വൈഷ്ണവയുടെ കാര്യത്തിൽ തീരുമാനമാകും. കോൺഗ്രസ് നേതൃത്വം ആകാംക്ഷയോടെ ആ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. വളരെ കൃത്യമാണ് റോഷി. ഉച്ചയോടുകൂടി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. റോഷി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ വൈഷ്ണയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മൾ ഇന്നലെ അത് കൃത്യമായി വിശദീകരിച്ചതാണ്. വൈഷ്ണ യഥാർത്ഥത്തിൽ ഇപ്പോൾ താമസിക്കുന്നത് മുട്ടടയിലെ 18/564 എന്ന നമ്പറിൽ അല്ല, 3/564 എന്ന നമ്പറിൽ വൈഷ്ണയുടെ ഒരു തറവാട് വീട്. അവിടെ ഇപ്പോൾ ബന്ധുവാണ് താമസിക്കുന്നത്. പക്ഷേ ആ വീട്ടിലും ഇപ്പോൾ വൈഷ്ണ താമസിക്കുന്നില്ല. വൈഷ്ണ യഥാർത്ഥത്തിൽ താമസിക്കുന്നത് മുട്ടയുടെ ഈ പേരൂർക്കടയിൽ അമ്പലമുക്കിനടുത്തുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവിടെയാണ്. അതാണ് വാസ്തവം. അതിനകത്ത് ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ വൈഷ്ണയുടെ എല്ലാ രേഖകളും കിടക്കുന്നത് ഈ മുട്ടടയിലെ വീടിലെ മേൽവിലാസത്തിലാണ്. അത് വൈഷ്ണയുടെ സ്വന്തമല്ല, വൈഷ്ണയുടെ അച്ഛൻ്റെയുമല്ല, വൈഷ്ണയുടെ ഒരു ബന്ധുവിൻ്റെ വീടാണ്. സന്ദീപ് എന്നും മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതെന്തുമാവട്ടെ, ഇപ്പോൾ പരാതി വരാനുള്ള കാരണം ഈ 18/564 എന്ന വീട്ടു നമ്പറിൽ താമസിക്കുന്നയാൾ കൊണ്ട് സത്യവാങ്മൂലം കൊടുത്തു. ഈ വീട്ടിൽ ഞാനാണ് താമസിക്കുന്നത്, ഇവിടെ വേറെ ആരും താമസിക്കുന്നില്ല. അപ്പോൾ ആ മേൽവിലാസത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബുദ്ധിമുട്ടുണ്ടാകും. അതാണൊരു പ്രശ്നം. പക്ഷേ ഈ വൈഷ്ണയ്ക്ക് അമ്പലമുക്കിൽ പേര് ചേർക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത് വൈഷ്ണയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളോ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വരുന്ന സമയത്ത് പഴയ വോട്ടർ പട്ടികയിലുള്ള, അതായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഇതേ മേൽവിലാസമാണെന്ന് കണ്ട് കുഴപ്പമില്ല എന്നവർ കരുതിയിട്ടുണ്ടാവും. പക്ഷേ ഇത് കാത്തിരുന്ന് കണ്ടുപിടിക്കാൻ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതാണ് വൈഷ്ണയ്ക്ക് സംഭവിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഒരാൾക്ക് മാത്രമായിട്ടൊരു എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ വരും, ഞങ്ങളും കൂടി വോട്ടവകാശം വേണം എന്ന് പറഞ്ഞു വരും. അതാണ് ഇപ്പോൾ കുഴയ്ക്കുന്നത്. എന്തായാലും CPM അതേ നിലപാടിലാണ്. വൈഷ്ണയ്ക്ക് ആത്മവിശ്വാസമുണ്ട്. ഒരു സാങ്കേതിക പ്രശ്നമുള്ളത്, വൈഷ്ണ ഈ മുട്ടടയിലെ സ്ഥിരം താമസക്കാരി ആയിരുന്നില്ല. അതാണ് വസ്തുത.